പ്രകടനം മറച്ചുവെച്ചു. ഇതിനുള്ള പ്രതിഷേധം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ചില പണ്ഡിതർ നടത്തിയ പ്രസ്താവനകളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കുണ്ടായ ആശയക്കുഴപ്പമെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു മുക്കം ഉമർ ഫൈസി, ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചുരുക്കം. സമസ്ത ലീഗ് തർക്കത്തിന് പരിഹാരമാകുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ പാണക്കാടെത്തി സമവായ ചർച്ചകളിൽ പറഞ്ഞതല്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പറഞ്ഞതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. മതപണ്ഡിതരുടെ മാധ്യമങ്ങൾക്ക് മുമ്പിലെ പ്രതികരണം നീതിപൂർവമായില്ലെന്നും ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ധരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനതൊക്കെ കേട്ടിരുന്നു. ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അവർ പത്രസമ്മേളനം നടത്തി. പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഖേദപ്രകടനം നടത്തിയത് പുറത്തു പറയണമെന്നായിരുന്നു കൂടിക്കാഴ്ചയിലെ നിർദ്ദേശം. എന്നാൽ അതുമാത്രം അവർ പറഞ്ഞില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ, അത് മുക്കം ഉമർ ഫൈസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഹമീദ് ഫൈസിൻ്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ, അത് തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് പറയേണ്ടതാണ്. പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലോ, എന്നാലേ നാട്ടുകാരറിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണിയിലാണ് പിരിഞ്ഞത്. അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത്. പക്ഷെ അതുമാത്രം പറഞ്ഞില്ല. എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു മുക്കം ഉമർ ഫൈസിയുടെ പ്രതികരണം. മാപ്പ് അള്ളഹാനോടാ പറയാ, ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണിത്. അങ്ങനെ ഖേദത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ, എത്രയല്ലേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ഈ മാസം 23-ന് വിളിച്ചു ചേർത്ത രണ്ടാം ഘട്ട ആലോചനാ യോഗം നടക്കുമോ എന്നറിയാത്ത സാഹചര്യമാണ്. പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ആലോചനാ യോഗം അടുത്ത പ്രശ്നമായി മാറിയ സാഹചര്യമാണ് സമസ്തയ്ക്കും ലീഗിനുമിടയിൽ ഇപ്പോഴുള്ളത്. ന്യൂസ് 18 മലപ്പുറം.